ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്ന് സന്തോഷകരമായിട്ട് നമുക്ക് തന്നെ എങ്ങനെ ജീവിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ചിലർ അതിനെ ഈസി ആയിട്ട് നേരിടുന്നു, മറ്റു ചിലർക്ക് നേരിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമായാൽ നാം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാം എപ്പോഴും ക്ഷമയോടെ ഇരിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും പുഞ്ചിരിക്കുക. റസൂൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പുഞ്ചിരിയിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എല്ലാ കാലവും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഓരോ സ്റ്റേജ് കഴിയുന്ന സമയത്ത് കൂടെയുള്ളവർ നമ്മെ വിട്ട് നാം തനിച്ചായേക്കാം. ഏത് സാഹചര്യത്തിലും നാം ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാം എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നാം ജീവിതത്തിൽ തോറ്റുപോകുന്നു. മനസ്സിന് താങ്ങാവുന്നതിലും വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്ന സമയത്ത് നാം ഉള്ള സ്ഥലത്ത് നിന്നും എണീറ്റ് ഒന്ന് ഫ്രഷ് ആവുക. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ഒന്ന് ഫ്രഷായിട്ട് കുളിക്കണമെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് ഉപയോഗിക്കുക. എന്തൊക്കെയാണോ നിങ്ങളുടെ വിനോദങ്ങൾ അതിലേർപ്പെടുക. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുക. ഒരു സ്റ്റെപ്പെങ്കിലും വെച്ചാൽ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ളപ്പോഴാണ് ആഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതം കളറാവുകയുള്ളൂ. എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിലേ മുന്നോട്ടുള്ള യാത്ര സുഗമമാവുകയുള്ളൂ. അപ്പം നാം നമ്മുടെ കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളെ മാറ്റി എഴുതുക. ഡിപ്രഷൻ വരുന്ന സമയത്ത് എന്തെല്ലാം പോസിറ്റീവ് ചിന്തകൾ നമുക്ക് എഴുതാം എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബുക്കും പേനയും എടുത്ത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിതൊക്കെ ചെയ്തു കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നതാണ്. എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിപ്രഷനെ മറികടക്കാനാകും. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് നിങ്ങളുടെ വിഷമങ്ങൾ തുറന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് വിഷമങ്ങൾ തുറന്ന് പറയാനാകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിലേക്ക് അത് പകർത്തി എഴുതാം. അതിനുശേഷം ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് ആ പേപ്പർ നശിപ്പിച്ച് കളയാവുന്നതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലിട്ട് അലട്ടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആരുടെത്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഡിപ്രഷൻ ഉള്ള ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.